ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലൊവാക്യയിലേക്ക് യാത്ര തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ നിപ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സന്നിഹിതരാണ്. തുടർന്ന് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗവ്യാപനം തടയാനുള്ള ഏകോപനത്തിൽ പാളിച്ചകൾ പറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495 276 2050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷി വകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് കേന്ദ്ര കൃഷി വകുപ്പ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തുടർ പരിശോധനകൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാനാകുമെന്നും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും ലോക രക്തദാതാക്കളുടെ ദിനമായ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കളോടുള്ള ആദരസൂചകവുമായാണ് എല്ലാ വർഷവും ജൂൺ 14-ന് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന ചരിത്രമാണ് 2003-ൽ തിരുവനന്തപുരത്ത് രൂപീകൃതമായ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റിക്ക് പറയാനുള്ളത്. സൊസൈറ്റി ഉപാധ്യക്ഷൻ KP രാജഗോപാലൻ ആകാശവാണി വാർത്തകളോട്. NCC, NSS, സ്കൗട്ട് ഇവരുമായിട്ടൊക്കെ ചേർന്ന് ക്യാമ്പുകളൊക്കെ നടത്താൻ തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്കൂളുകളിൽ രക്തദാനം ആരംഭിച്ചത് കേരളത്തിലാണ്. ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്, സെമിനാറുകൾ, റാലികൾ, അങ്ങനെ പല ഇതും രക്തദാന പ്രൊമോഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്തം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് കൊടുക്കാൻ. രക്തദാനം ചെയ്യുന്നത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് ഓരോ യുവജനതി ചിന്തിക്കേണ്ടതാണ്. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവത്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവത്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബിയോണ്ട് അവയർനെസ്, മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ സ്കോട്ട്ലൻഡിനും ഓസ്ട്രേലിയയ്ക്കും ജയം. സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെയും ഓസ്ട്രേലിയ തുർക്കിയെയുമാണ് പരാജയപ്പെടുത്തിയത്. നെതർലൻഡ്സ്, ജപ്പാൻ, ഐവറി കോസ്റ്റ്, സ്പെയിൻ അടക്കമുള്ള വമ്പൻ ടീമുകൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ കരീബിയൻ കരുത്തരായ ഹെയ്തിയെ ഒരൊറ്റ ഗോളിൽ വീഴ്ത്തി സ്കോട്ട്ലാൻഡ് വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. ബ്രസീലും മൊറോക്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്നത്തെ ജയം സ്കോട്ട്ലൻഡിന് ഏറെ നിർണായകമാകും. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ കരുത്തരായ തുർക്കിക്ക് ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ അടിപതറി. മിന്നൽ മുന്നേറ്റത്തിലൂടെ ഇറാൻ ഗുണ്ട കളിയുടെ 27-ാം മിനിറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് ലീഡ് സമ്മാനിച്ചു. കളിയുടെ ഗതിക്കെതിരെ പ്രത്യാക്രമണത്തിൽ ഒരു ഗോൾ കൂടി തുർക്കിയുടെ വലയിലെത്തിച്ച് ഓസ്ട്രേലിയൻ പട വിജയം ആധികാരികമാക്കി. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17-ന് വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും നാളെ admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.